ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങും. ഓക്കെ. ഇത് ഞാൻ ഒരു പരാജിതനാണ്. അങ്ങനെ നമ്മൾ പരിപൂർണമായും പരാജയം സമ്മതിച്ച് അടിയറ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ജീവിതം മാറി മറിയുന്നത്. നിങ്ങൾ കൊടുത്ത നിർദ്ദേശമാണ് ഞാൻ തോൽവിയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് യെസ് യു ആർ റൈറ്റ്. അതുകൊണ്ട് താങ്കൾ തോൽവി ആഗ്രഹിക്കുന്നു. തോൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കി തരാം. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ട സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഇനി വിജയിച്ചൊരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫയലാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളതെങ്കിൽ, അദ്ദേഹം വിജയങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വിജയങ്ങൾ, അങ്ങനെ പിന്നീട് വീണ്ടും വിജയം. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ വിശ്വാസം വരും, ഓ യാ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നു കണ്ടോ. അപ്പോൾ അടുത്ത് വീണ്ടും വിജയം വരും, നോക്കൂ വീണ്ടും വിജയം. ഓക്കെ, അങ്ങനെ വിജയിച്ച് വിജയിച്ച് അദ്ദേഹം പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ പരാജയം വന്നു കഴിഞ്ഞാൽ തന്നെ പുള്ളിയുടെ മൈൻഡ് അത് ഫോക്കസ് ചെയ്യില്ല, അവഗണിക്കും. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ബിലീഫാണ് അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഞാനൊരു വിജയിയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകും. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വർക്കിംഗ് ആണ്. ഇത് നമ്മൾ തിരിച്ചറിയുകയും അങ്ങനെ ഇവയിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ചുറ്റും പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പല വിജയങ്ങളും പല പുരോഗതിയും നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മുടെ ചിന്തകൾ, അനുഭവങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഇതിലൂടെയൊക്കെയാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി 99% സമയവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡാണ് ഏറ്റവും പവർഫുൾ. സബ് കോൺഷ്യസ് മൈൻഡാണ് 99% വർക്കിങ്ങിലിരിക്കുന്നത്. നമ്മുടെ ബോധ മനസ്സല്ല, കോൺഷ്യസ് മൈൻഡ് അല്ല. കോൺഷ്യസ് മൈൻഡ് വല്ലപ്പോഴൊക്കെ ഒരു 2% 3% ഇത്രയൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ എനിക്കൊരു ഗോള്, എനിക്കൊരു ലക്ഷ്യം വേണം, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഞാനിത് ചെയ്യും, ഞാനിത് നേടും എന്നൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കൊരു മോട്ടിവേഷനൊക്കെ വരുന്നത് ആ ഒരു ബോധ മനസ്സ് ആക്ടിവേറ്റ് ആവുന്ന സമയത്താണ്. അങ്ങനെ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യും അല്ലേ. പലപ്പോഴും നിങ്ങൾ ഗോൾ സെറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഗോൾ സെറ്റ് ചെയ്യും, ഓരോ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടണം എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ആ ബോധ മനസ്സിൻ്റെ സമയമാണ്ട് കഴിയും. പിന്നെ ആ ബോധ മനസ്സാണ് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ആ ബോധ മനസ്സിൽ നമ്മളുള്ള ബിലീഫും കാര്യങ്ങളൊക്കെ എന്താണ്, നീ ഒരു തോൽവിയാണ്, നീ പരാജയമാണ്, ഒരു കാര്യം ശരിയാവില്ല. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ വെറുതെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനത്തിൽ വരുത്തണം. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ വരും. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്, കാൾ യുങ്ങിൻ്റെ. ഞാൻ നമ്മുടെ മോർണിംഗ് സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അൺടിൽ യു മേക്ക് യുവർ അൺകോൺഷ്യസ് കോൺഷ്യസ്, യു വിൽ കോൾ ഇറ്റ് ഫെയ്റ്റ്. അൺടിൽ യു മേക്ക് യുവർ അൺകോൺഷ്യസ് കോൺഷ്യസ്, യു വിൽ മേക്ക് ഇറ്റ് എ ഫെയ്റ്റ് എന്ന്, യു വിൽ കോൾ ഇറ്റ് എ ഫെയ്റ്റ്. സിംപിളി അതിന് മലയാളം ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ അബോധ മനസ്സിനെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയും നിങ്ങളതിനെ വിധി എന്ന് വിളിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, എന്തുകൊണ്ട് കാര്യങ്ങൾ ശരിയാവുന്നില്ല എന്നതിൻ്റെ അർത്ഥം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ മേൽ നമുക്ക് ഒരു അറിവുമില്ല, ഒരു പിടിയും ഇല്ല. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരറിവ് നേടുകയും അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അവനെ നമുക്ക് വളച്ചെടുക്കുവാനും നമ്മുടെ ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ മാറ്റിയെടുക്കുവാനും സാധിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളുടെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് ആ, കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറയാനൊക്കെ സാധിക്കുന്നത്. താങ്ക് യു. ഓക്കെ. താങ്ക് യു, താങ്ക് യു. സന്തോഷം. യെസ്. അപ്പോൾ ഈ 99% കിടക്കുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമുക്ക് മെരുക്കിയെടുക്കാം എന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. അതിനുള്ളൊരു പ്രാക്ടീസൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാം. അതിന്
പെയിൻ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നത്, നിങ്ങളൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മില്യണർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം, കുടുംബ ബന്ധങ്ങൾ നല്ലത് വേണം, അങ്ങനെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആ ആഗ്രഹം നേടണമെന്നുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിൽ നല്ല കുറേ ചിന്തകൾ സൃഷ്ടിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ആ ആഗ്രഹം നമ്മൾ നേടാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണോ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നത്? ഞാൻ ചോദ്യം ഒന്നും കൂടെ ക്ലിയർ ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞാലുള്ള ആ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആണോ നമുക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നത്, അതോ ആ ആഗ്രഹം നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അതിന് വിഷമങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണോ ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനാണ് നിങ്ങൾ അഗ്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1 എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ അഗ്രി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 എന്നും ടൈപ്പ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്യും. 1 ആണോ 2 ആണോ നിങ്ങളുടെ അഗ്രിമെൻ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ. എല്ലാവരും ടൈപ്പ് ചെയ്യണേ. എല്ലാവരും ടൈപ്പ് ചെയ്യണം. നിങ്ങൾ ആക്ടിവേറ്റ് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങും. അല്ലാത്തടത്തോളം ജസ്റ്റ് ഒരു വീഡിയോ. വെരി ഗുഡ്, വെരി ഗുഡ്. 2 2 1 2. പിന്നെ എല്ലാവരും ടൈപ്പ് ചെയ്യും. എല്ലാവരും ടൈപ്പ് ചെയ്യും. ആ, ഓക്കെ. ഓക്കേ. ഓക്കെ. യെസ്. ഓക്കെ. ഓക്കെ. അപ്പോൾ പലരും മിക്സ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. മിക്സ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. പലരും 2 എന്ന് പറയുന്നു, പലരും 1 എന്ന് പറയുന്നു. ഓക്കെ. നമുക്ക് നോക്കാം. ഇതിൽ അയ്യ വിശേഷം. എങ്ങനെ തിരിച്ചറിയും സർ? അതൊക്കെ അത് കുഴപ്പമില്ല. അത് നമുക്ക് നോക്കാം. സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് അവിടെ നമുക്ക് ഒരു പെയിന്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഡോണ്ട് വറി. ഓക്കെ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൻസേഴ്സ് പലരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളെ ഒരു കാര്യം നേടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിനാണ്. അതെ, പെയിൻ ഉണ്ടെങ്കിലേ പല ആളുകളും ആക്ഷൻ എടുക്കും. ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. നമ്മളൊരു പ്രാക്ടീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം, അയ്യോ നമ്മളെല്ലാവരും ഇനി കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവണോ? അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനൊരു ട്രൂത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് നമുക്ക് ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇപ്പോൾ നിങ്ങളോട് പറയാണ്, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം. ശരീരത്തിന് നല്ലതാണത്. ശരീരം നല്ല ഫിറ്റായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ പോയി, അങ്ങനെ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് ഫിറ്റായി, ആളുകളൊക്കെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊന്ന് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അത് കുഴപ്പമില്ല, നല്ലൊരു ഫീലാണ്. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു ഫീല്. അത് തിരക്കിടില്ലല്ലോ. ഓക്കെ, എന്നാൽ നാളെ ഒന്ന് പോയിട്ട് എക്സസൈസ് ചെയ്യാം. അങ്ങനെ ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ ചെയ്യും. പിന്നെ 3-ാമത്തെ ദിവസം അയ്യോ അവിടെയും ഇവിടെയൊക്കെ വേദനയാണ്, ഇനി ഇതൊന്നും നടക്കില്ല, അതൊന്നും ശരിയാവില്ല. ഓക്കെ, പിന്നെ നോക്കാം, നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. മറിച്ച് നിങ്ങൾ എന്തോ ഒരു ഭയങ്കര കിതപ്പും ഒരു അസ്വസ്ഥതയൊക്കെ, അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇത് ചെറിയൊരു സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങളുടെ ശരീരത്തിന് ഒട്ടും ശക്തിയില്ലാതായിരിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഏകദേശം 1 മാസം അതിലപ്പുറം നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കില്ല. ഇത് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഡോക്ടർ നിങ്ങളോട് പറയുന്നു. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ദിവസവും 1 മണിക്കൂർ എന്തൊക്കെ മാറ്റി വെച്ചാലും കുഴപ്പമില്ല. 1 മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യുക 1 മാസം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും നിങ്ങൾ പരിപൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറുകയും ചെയ്യും. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല.
അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സജഷൻ ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആലോചിക്കുന്നു, അയ്യോ എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം. നമ്മൾ പിന്നെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങില്ലേ, നമ്മൾ 1 മണിക്കൂറില്ല 2 മണിക്കൂറില്ല, നമ്മൾ പോവും, നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പെയിന് നമ്മൾ വല്ലാതെ ഡ്രൈവ് ചെയ്യും. ഇപ്പം നമ്മളൊക്കെ പല ആളുകളുടെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ആം, ആ ഓക്കെ, ചിലരൊക്കെ വരും, ചിലരൊക്കെ വരും. പക്ഷേ ചില ആളുകൾ അതൊക്കെ പിന്നെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിക്കും. പക്ഷെ പിന്നീട് വലിയ ദുരന്തങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, വലിയ റിലേഷൻഷിപ്പിലെ വലിയ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്താണ് പിന്നീടാണ് അവർ ആക്ഷൻ എടുക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പെയിൻ വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലെത്തിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങാം. എന്തിന് വെയിറ്റ് ചെയ്യുന്നു? അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ ആ വലിയ പെയിന് വരുന്നതിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എടുക്കുന്നതിന് വേണ്ടി, അത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതം മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് ആക്ഷൻ എടുത്ത് തുടങ്ങാവുന്നേ ഉള്ളൂ. എന്തിന് ഒരു പെയിൻ വരുന്നതിന് വേണ്ടി കാത്തിരിക്കണം? പലപ്പോഴും ആക്ഷൻ എടുക്കുന്നത് നമ്മൾ അത്രയും എക്സ്ട്രീം പെയിൻ സിറ്റുവേഷനിൽ വരുന്ന സമയത്താണ്. സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു പോകുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, ആരോഗ്യത്തിൽ മൊത്തം പ്രശ്നം, ജോലിയിലാകെ പ്രശ്നം, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് അങ്ങോട്ട് ചാടുന്ന സമയത്താണ് നമ്മൾ അയ്യോ ഇന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി വർക്ക് നമ്മൾ ചെയ്യേണ്ടി വരും. റൈറ്റ്. അപ്പോൾ ഈ പെയിന് കൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നതിന് പകരം ആ പെയിൻ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മാസം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ക്ലാസ്സുകളും ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഇത്തരം നല്ല ചിന്തകളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറി. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കുറേ ഫയലുകളുണ്ട്, അതായത് ഈ ബ്ലൂ പ്രിൻസ് ഉണ്ട്. അത് ആണ് നമ്മളെ പലപ്പോഴും ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇതൊക്കെ ഉടായിപ്പാണ്, ഇതൊക്കെ എന്തിന്, അങ്ങനെ പറയുന്ന ആളുകൾ, അങ്ങനെ സംശയത്തോടെയും ഒക്കെ നോക്കുന്ന ആളുകൾ വർഷങ്ങളോളം അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നേടാൻ പറ്റാതെ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെയിനിലേക്ക് നമ്മൾ പോവാതെ നമ്മൾ ആക്ഷൻ എടുത്ത് തുടങ്ങുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താലോ? എല്ലാവരും ഓക്കെ ആണോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ? ഒരു പേപ്പറോ പുസ്തകമോ പെന്നോ ഒക്കെ കയ്യിൽ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ യെസ് എന്ന് പറയൂ. റെഡിയാണെങ്കിൽ എല്ലാവരും യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ. ആ ഓക്കെ. യെസ്. ഓക്കെ. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും, അവർക്ക് ശരിക്ക് കേൾക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും യെസ് ടൈപ്പ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇനി ആരൊക്കെ യെസ് ടൈപ്പ് ചെയ്യാനുള്ളത്? ആ ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ ആളുകൾ യെസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പ്രവൃത്തിയിലൂടെ, ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഈ നിർദ്ദേശത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നൊരു മെയിനായിട്ടുള്ള കാരണം എൻ്റെ മെൻറ്റേഴ്സ് അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുപ്പിച്ചിരുന്നു. അത് എടുത്തുകൊണ്ട് എനിക്ക് മാറ്റം വന്നു. ഓക്കെ. സോ നമുക്ക് തുടങ്ങാം. ഇതിലാരോ മ്യൂട്ട് അല്ലാതിരിക്കുന്നുണ്ട്, അത് നോക്കട്ടെ. ഓക്കെ. യെസ്, ഡൺ. ശരി. അപ്പോൾ നമുക്ക് ആ പ്രവൃത്തി തുടങ്ങാം. അപ്പോൾ എല്ലാവരും ഒരു പേപ്പറോ പെന്നോ, ഇതുപോലൊരു പേപ്പറോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകമോ പെന്നോ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന നിർദ്ദേശം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ആ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഒരു ലക്ഷ്യമാവാം, ഒരു കാര്യമാവാം, അത് ജോലി കിട്ടുന്ന കാര്യമാവാം, പ്രൊമോഷൻ കിട്ടുന്ന കാര്യമാവാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളൊരു ഇത്ര എമൗണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരുന്നതാവാം, ഒരു വീട് വെക്കുന്നതാവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. നല്ല ഒരു 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 നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഒരു എഴുതി വെക്കുക.
ഓക്കെ. അപ്പോൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി അപ്പോൾ നിങ്ങൾ ആ ഒരു ആഗ്രഹം എഴുതി വെച്ചു. ഇനി അതിന് താഴെ ഒരു ഹെഡിങ് കൊടുക്കുക. ഈ ആഗ്രഹം ഞാൻ നേടിയാൽ, ഈ ആഗ്രഹം ഞാൻ നേടിയാൽ എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക. ഒരു ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ ഓരോ നമ്പർ ഇട്ടിട്ട്, അതായത് 1, 2, 3 അങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, നിങ്ങളൊക്കെ എന്തൊക്കെ ഫീൽ ചെയ്യും, എന്തൊക്കെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന അത്ര നിങ്ങൾ എഴുതി വെക്കുക. ചിലപ്പോൾ 2, 3, 4, 5, 10 ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ, അതാണ് നിങ്ങൾ എഴുതിയിട്ടുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നും. ഞങ്ങളുടെ കുടുംബത്തിന് വളരെ ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കാൻ സാധിക്കും. അതുപോലെ എല്ലാവർക്കും എന്നോടൊരു റെസ്പെക്റ്റ്, അതായത് ബഹുമാനം വർദ്ധിക്കും. ഇങ്ങനെ എന്തൊക്കെയാണോ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ഫീലിംഗ് അതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കും. അതിന് ഞാൻ നിങ്ങൾക്കൊരു ഒരു 5 മിനിറ്റ് തരാം. എല്ലാവരും എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഈ ക്യാമറ ഒക്കെ ഓണാക്കി വെക്കാം കേട്ടോ. എന്തിനാണ് നിങ്ങളിങ്ങനെ ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുന്നത്? ക്യാമറ ഓണാക്കുക. അപ്പോഴല്ലേ നിങ്ങളുടെ പരിപൂർണ്ണമായിട്ടുള്ള അറ്റൻഷൻ ഇവിടെ വരുള്ളൂ. മറ്റേതെന്താ അങ്ങനെ കേൾക്കുന്നു, വളരെ റിലാക്സ് ആയിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നു, അത് ഈ ചെവിയിലൂടെ വരുന്നു, അപ്പുറത്തെ ചെവിയിലൂടെ പോകുന്നു. ഓക്കെ ഓക്കെ, ആ കുഴപ്പമില്ല, അത് കേൾക്കാൻ തിരക്കിടില്ല, ആ ഓക്കെ ശരി, അങ്ങനെ വിട്ടു. നിങ്ങളുടെ അറ്റൻഷൻ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സെൻസുകളും ഇവിടെ വർക്ക് ചെയ്യണം. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ചിന്തകൾ, ഇതൊക്കെ ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ക്യാമറ ഓണാക്കിയൊക്കെ മടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റൈറ്റ്, ഗുഡ്. അപ്പോൾ എഴുതിക്കോളൂ. എത്രമാത്രം സന്തോഷം, എത്രമാത്രം ഗുണങ്ങൾ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുമോ അത് എഴുതി വെച്ചോളൂ. നമ്പർ ഇട്ട് എഴുതി വെച്ചോളൂ. നിങ്ങൾക്കൊരു 2 മിനിറ്റും കൂടെ അതിനെടുക്കാം. വളരെ സന്തോഷത്തോടെ തന്നെ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലിങ്ങനെ കണ്ട്, ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഓർത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ അപ്പുറത്തെ കോളത്തിലായിട്ടോ അല്ലെങ്കിൽ എഴുതിയതിൻ്റെ താഴെയായിട്ടോ ഒരു ഹെഡിങ് വെക്കുക. ഈ ലക്ഷ്യം ഞാൻ നേടിയില്ലെങ്കിൽ, ഈ ലക്ഷ്യം ഞാൻ നേടിയില്ലെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങളപ്പോൾ ഈ പറഞ്ഞ ഈ എഴുതി വെച്ച ലക്ഷ്യം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. അത് വളരെ തീവ്രമായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇപ്പോൾ വീട് വെക്കണ കാര്യം നമ്മൾ പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വീട് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നും എനിക്ക് എന്നോട് ഭയങ്കര കുറ്റബോധമായിരിക്കും. ആളുകൾക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താനേ നേരം ഉണ്ടാവുള്ളൂ. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ എന്തൊക്കെയാണോ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, നിങ്ങൾ ആ ലക്ഷ്യം നേടിയില്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അതിന് ഞാൻ നിങ്ങൾക്കൊരു 3, 4 മിനിറ്റ് തരാം. ഇപ്പോൾ 8:50, ഒരു 54 ആകുമ്പോഴത്തേക്കും ഒരു 4 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് എഴുതി വെക്കുക. വളരെ
ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അത് എങ്ങനെ നിങ്ങളെ ബാധിക്കും മോശമായിട്ട്, അത് നമ്പർ ഇട്ടോ മറ്റോ നിങ്ങൾക്ക് എഴുതി വെക്കാം. ചെറിയൊരു പവർ ഫെയിലർ ഉണ്ട്, അതുകൊണ്ട് ഞാനും ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. വിശദമായിട്ട് ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ വേദന, അതായത് നമ്മൾ ആ ലക്ഷ്യം നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആ വേദന, അത് ശരിക്കും ഉൾക്കൊണ്ടിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ കുറേ യെസ്സുകൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ എടുക്കാം മാക്സിമം. ഓക്കെ. അപ്പോൾ പലരും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ 2 കാര്യങ്ങൾ എഴുതിയപ്പോഴേ നിങ്ങൾക്ക് വല്ലാതെ അത് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു ഒരു ഇമോഷണൽ ചാർജ് കൂടിയ സിറ്റുവേഷൻ ആദ്യം എഴുതിയപ്പോഴാണോ രണ്ടാമത് എഴുതിയപ്പോഴാണോ? ആദ്യം എഴുതിയപ്പോഴാണ് ഇമോഷണലായിട്ട് ആ ചാർജ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് 1 എന്ന് എഴുതാം. അല്ല, രണ്ടാമത് എഴുതിയപ്പോഴാണ് ഇമോഷണലായിട്ട് ആ ഒരു ചാർജ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എന്ന് എഴുതാം. അതായത് അത് സന്തോഷമാണോ ദുഃഖത്തിൻ്റെ അളവാണോ കൂടുതലായിട്ട് തോന്നിയത്? 2. ഓക്കെ, 2. 2. യെസ്. അപ്പോൾ ഇമോഷണലായൊരു ചാർജ് വൈകാരികമായിട്ട് നമുക്ക് തോന്നിയത് നേടണമെന്നില്ല, വൈകാരികമായിട്ട് നമുക്ക് വല്ലാത്തൊരു ഒരു ഒരു അത് അനുഭവപ്പെട്ടത് 1-ലാണോ 2-ലാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 2. ഓക്കെ. ഓക്കെ, നമ്മൾ 19 ആളുണ്ട്, എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകളും 2 ഉത്തരം എഴുതിയിട്ടുള്ളത്. അത് സത്യവുമാണ്. ശരിക്കും നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ വല്ലാതെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, അത് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആ വിഷമത്തിൻ്റെ ക്വാണ്ടിറ്റിക്കായിരിക്കും അളവ് കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വിഷമിക്കണം എന്നുള്ളതല്ല, എന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതല്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്
കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് വിഷമം കിട്ടിയാലേ അത് ചെയ്യുകയുള്ളൂ. പക്ഷേ അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് നമുക്ക് ചെയ്യുവാൻ ആണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വല്ലാത്ത ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഒരു കാര്യം വിഷമം വന്ന് നമുക്ക് അത്രയും പെയിൻ വന്നു കഴിഞ്ഞാലേ നമ്മൾ ചെയ്യൂ എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതാണ് മിക്കവാറും ആളുകൾ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ കാര്യം ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുകയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ബോധാവസ്ഥ, അതിൻ്റെ കോൺഷ്യസ് സ്റ്റേറ്റ് വർദ്ധിപ്പിച്ച് നമ്മുടെ അബോധ മനസ്സിന്മേൽ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ചെയ്തത് ഇതിപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചെറിയൊരു അലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല. മറിച്ച് നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് ഒന്ന് മനസ്സിലൂടെ കൊണ്ടുപോവുക. ശരിയാണ്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ അത് എത്രമാത്രം എന്നെ ബാധിക്കും, എൻ്റെ ബന്ധങ്ങളെ, എൻ്റെ കുട്ടികളെ, ഫാമിലിയെ, ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ത്വര അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല, ഗൈഡൻസോട് കൂടെ മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഒറ്റയ്ക്ക് അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വിഷമായി പോകും. അപ്പോൾ അയ്യോ ദൈവമേ, മൊത്തം പ്രശ്നമാണല്ലോ, ഇനിയിപ്പോൾ ഇത് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിനെ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ടീച്ചറെയോ അല്ലെങ്കിൽ ഗൈഡൻസ് ഇല്ലാതെ, ഐ മീൻ കോച്ചിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പിന്നീടൊന്ന് വായിച്ച് നോക്കാം. നിങ്ങൾ ആക്ഷൻ എടുക്കും എന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വരാൻ കാരണം പലപ്പോഴും വേദന വരാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും കാത്തിരിക്കുന്നത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ലിവ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ള ഒരു കാര്യം. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ചിന്തകൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഏകദേശം ഒരു 60,000 തോട്ട്സ് നമ്മളൊരു ദിവസം ചിന്തിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ 60,000 തോട്ടുകളിൽ വല്ലപ്പോഴുമൊക്കെ നമ്മളെ ചിന്തയെക്കുറിച്ചൊരു ബോധം വരുന്നുള്ളൂ. അല്ലേ? ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദന വരുന്ന സമയത്ത് നമ്മളതൊന്ന് ശ്രദ്ധിക്കും. അതുപോലെ എന്തെങ്കിലും നമ്മുടെ അറ്റൻഷൻ കിട്ടേണ്ട ഒരു സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ ആ ചിന്തയെക്കുറിച്ച് ബോധേടാവുള്ളൂ. മറ്റ് സമയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ചറപറ വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒഴുകിപ്പോകുന്നതൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളിലൂടെ ആ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ചിന്തകൾ ആവർത്തിച്ച് വരുന്ന സമയത്ത് അതുമായിട്ടുള്ള ബന്ധങ്ങൾ ആക്ഷൻസ് നമ്മളെടുക്കും. ആ ആക്ഷൻസിൻ്റെ ഫലമായിട്ട് അത്തരം റിസൾട്ടുകളെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് ഒരു കാര്യം നിങ്ങൾ ബോധപൂർവം ചെയ്യേണ്ടത്, ഈ നിമിഷത്തിൽ നമ്മുടെ ശ്രദ്ധ നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിന് മെഡിറ്റേഷൻ, അതുപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നിമിഷത്തിൽ മനസ്സിനെ നിലനിർത്തുവാൻ സാധിക്കും. അപ്പോൾ എത്രമാത്രം അങ്ങനെ നിലനിർത്തുവാൻ സാധിക്കുന്നുവോ, ഈ 99% ചാർജ് ഏറ്റെടുത്തുള്ള സബ് കോൺഷ്യസ് മൈൻഡിന് മേൽ നമുക്ക് ഒരു ഹോൾഡ് ലഭിക്കുകയും മെല്ലെ മെല്ലെ നമുക്ക് പ്രോഗ്രാം, നമുക്ക് ആഗ്രഹമുള്ള രീതിയിൽ ജീവിതം മാറ്റുന്നതിനാവശ്യമായ, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ കൊടുക്കുവാനും സാധിക്കും. പലപ്പോഴും ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓട്ടോ സജഷൻ എന്നൊക്കെ പറയും. അതായത് നമുക്ക് ഇപ്പോൾ നല്ല ആത്മവിശ്വാസം വേണം. അപ്പോൾ എനിക്ക് ഈ ആത്മവിശ്വാസമുണ്ട് എന്ന് പലതവണ പറയുന്നത് നല്ലതാണ് എന്ന് പറയും. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറങ്ങി പോകുന്നില്ലെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ എന്താ പറയുക, ഒരു ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കോൺഷ്യസ് സ്റ്റേറ്റ് കൂട്ടിക്കൊണ്ടുവരിക, അതിനെ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക, മെഡിറ്റേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ മേൽ ഒരു നിയന്ത്രണം ലഭിക്കുകയും അങ്ങനെ നമ്മൾ പറയുന്ന കാര്യം ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അല്ലാത്തടത്തോളം അഫർമേഷൻസ് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ മാത്രമാണ്, എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രമാണെങ്കിൽ നിങ്ങളിപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ മനസ്സിലേക്ക് പല ചിന്തകളും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ വീണ്ടും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത് അതിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോൺഷ്യസ് സ്റ്റേറ്റ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആവുകയും നമുക്ക് നമ്മളുടെ മനസ്സിന് മേൽ നിയന്ത്രണം സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, അഫർമേഷൻസ് ആവട്ടെ അല്ലെങ്കിൽ അത്തരം പ്രാക്ടീസുകളൊക്കെ വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും.
പിന്നെ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സ് ആൽഫ സ്റ്റേറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റിലെത്തും. ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വേവ് വളരെ കാമായിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ആ സമയത്ത് നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ് മനസ്സിനെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങും. ചിന്തകൾ കുറഞ്ഞ് വളരെ കാമായിരിക്കുന്ന സ്റ്റേറ്റിൽ നമ്മൾ പലതവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആ ഒരു അനുഭവം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതാണ് ഈ മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു ഗുണം. ഓക്കെ, നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ അഫർമേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ഒരു ചെറിയ മെഡിറ്റേഷനും അഫർമേഷനും നിങ്ങൾ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് ശരീരത്തിലും മനസ്സിലും അനുഭവപ്പെടും. തയ്യാറാണോ എല്ലാവരും? യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ, റെഡിയാണെങ്കിൽ. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല സ്ട്രോങ് എനർജി എല്ലാവർക്കും കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യെസ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ അതിന് നമ്മൾ മടിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത ഒരു സിറ്റുവേഷനാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ റിലാക്സ് ആയിരുന്ന് നട്ടെല്ലൊക്കെ ഒന്ന് നിവർത്തിയിരിക്കുക. ഓക്കെ, ഇനി എൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. കണ്ണുകളൊക്കെ അടച്ച് വളരെ റിലാക്സ് ആയിട്ടിരിക്കുക. ഇനി നിങ്ങളുടെ സാധാരണഗതിയിലുള്ള ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ശ്വാസം മൂക്കിലൂടെ ഉള്ളിലോട്ട് പോകുന്നു, അത് സ്വാഭാവികമായിട്ടും പുറത്തോട്ട് വരുന്നു. അതിന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി മെല്ലെ ദീർഘശ്വാസം, ദീർഘമായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കാം. സാവധാനം. സാവധാനം അത് പുറത്തോട്ട് തള്ളാം. വീണ്ടും സാവധാനം റിലാക്സായി ശ്വാസം ദീർഘമായിട്ട് എടുക്കാം. മെല്ലെ ആ ശ്വാസം റിലീസ് ചെയ്യാം. ഇതൊരു 1-2 തവണ ഒന്ന് ആവർത്തിക്കുക. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഇത് നമ്മെ സഹായിക്കും. ഇനി നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. തല മുതൽ കാൽപാദം വരെയുള്ള പരിപൂർണമായിട്ടുള്ള ശരീരത്തെയും ഒന്ന് മനസ്സുകൊണ്ട് നിരീക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തെ ആകമാനം ഒന്ന് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുക. ഇപ്പോൾ മനസ്സ് വളരെ ശാന്തമാണ്. ഇനി നിങ്ങളുടെ മനസ്സിൽ 3 എന്ന അക്കം മനസ്സിൽ കാണുക. ഇനി മനസ്സിൽ 2 എന്ന അക്കം കാണുക. മനസ്സിൽ 1 എന്ന നമ്പർ നിങ്ങളുടെ ഇമാജിനേഷനിൽ കാണുക. ഇപ്പോൾ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. ചിന്തകൾ വന്നാലും പോയാലും അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ റിലാക്സ് ആയിട്ടിരിക്കുക. ശാന്തമായി മനസ്സുമായിട്ടിരിക്കുക. ഇനി ഞാൻ ചില അഫർമേഷൻസ് പറയുന്നതായിരിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ ഫീലിങ്ങോടുകൂടെ പറയുക. അത് നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ മസിൽ മെമ്മറിയിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക്
മനസ്സിൻ്റെ ആഴത്തിലേക്കൊക്കെ അലിഞ്ഞ് അത് നിങ്ങളുടെ ഭാഗമാകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഫീലിങ്ങോടുകൂടെ നിങ്ങൾക്ക് പറയാം. ഐ ആം കോൺഫിഡൻറ്റ്. എനിക്ക് എന്നിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സും ശരീരവും കരുത്തുറ്റതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ വിജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സും ശരീരവും ശാന്തമാണ്. എൻ്റെ മനസ്സിപ്പോൾ പരിപൂർണമായും ഏകാഗ്രതയോടുകൂടെ ഇരിക്കുന്നു. മനസ്സിപ്പോൾ വളരെ ശാന്തമായിരിക്കുന്നു. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. എൻ്റെ ശ്രദ്ധ എനിക്കാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും. എൻ്റെ ജീവിതം ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്. എൻ്റെ ശരീരവും മനസ്സും വളരെയധികം ഊർജ്ജസ്വലമാണ്. ഓരോ നിമിഷവും വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. എന്നെ ഞാൻ പരിപൂർണമായും അംഗീകരിക്കുന്നു. എന്നെ ഞാൻ പരിപൂർണമായും അംഗീകരിക്കുന്നു. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. എൻ്റെ മനസ്സ് വളരെ ശാന്തമാണ്. ഓരോ ദിവസവും എൻ്റെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു. എൻ്റെ ശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങളും വളരെ ശാന്തമായി ഏകാഗ്രതയോടുകൂടെ ഞാൻ ചെയ്യുന്നു. ഞാൻ എൻ്റെ നിയന്ത്രണം പരിപൂർണമായും ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ നിയന്ത്രണം പരിപൂർണമായും ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എനർജിയാണെന്ന് തിരിച്ചറിയുന്നു. എനർജിക്ക് എല്ലാം സാധ്യമാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മനസ്സ് വളരെ കരുത്തുറ്റതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ എന്നെ പരിപൂർണമായും അംഗീകരിക്കുന്നു. ഇനി നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. കണ്ണുകൾ തുറക്കണ്ട. നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലേക്കൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി
സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? എന്ത് തോന്നി? എങ്ങനെയായിരുന്നു അനുഭവം? ഒന്ന് ഷെയർ ചെയ്യൂ. ടൈപ്പ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഗുഡ് ഫീലിംഗ് ആയിരുന്നു. വെരി ഗുഡ്. വെരി നൈസ് ഫീലിംഗ്. ഗുഡ്. വ്യത്യാസം ചെറുതായി തോന്നി. ഓക്കെ. ചെറിയ മനസ്സമാധാനം കിട്ടി. നല്ല യൂസ്ഫുൾ ആയിരുന്ന സെക്ഷൻ ആയിരുന്നു സർ. ഓക്കെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ. സന്തോഷം. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും നല്ലൊരു അനുഭവം ആയിരിക്കും. മൈൻഡ് കൂളായി. വെരി ഗുഡ്. വെരി ഗുഡ്. തുടക്കത്തിൽ ചിലപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശബ്ദം നിങ്ങളറിയാതെ വരുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ പറയുന്നത്, ഏയ് അത് ശരിയല്ലോ, അത് ശരിയല്ലോ. പക്ഷേ പിന്നീട് നമ്മളിതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ മെല്ലെ ആ ശബ്ദവും അവസാനിച്ച് ആ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് അംഗീകരിക്കാൻ തുടങ്ങി നമ്മളോട് ഇങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ മൈൻഡ് വളരെ കാമാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഈ അഫർമേഷനൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യാവുന്ന. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അഫർമേഷൻസ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൽ വൈബ്രേറ്റ് ചെയ്യും. അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ. ഗുഡ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വെബിനാർ എൻഡ് ചെയ്യാനായിരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ തിങ്കളാഴ്ച മുതൽ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 ദിവസത്തെ പ്രോഗ്രാമാണ്. ഓക്കെ. ആ പ്രോഗ്രാമിൽ നമ്മൾ 10 ദിവസം നമ്മുടെ മനസ്സിനെ എങ്ങനെ ശരിയായ രീതിയിൽ റീപ്രോഗ്രാം ചെയ്യാം എന്നും അതിന് എന്തൊക്കെ ടൂൾസൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ആ 10 ദിവസത്തെ ക്ലാസ്. അത് തിങ്കളാഴ്ച രാത്രി 8:30 മുതൽ ആയിരിക്കും ആ ക്ലാസ് വരുന്നത്. 10 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള ഈ മാലിന്യങ്ങളെയും കറകളെയൊക്കെ മാറ്റി നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതിലൊരുപാട് ടൂൾസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്കത് വലിയ തോതിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ 10 ദിവസത്തെ കോഴ്സിന് വളരെ തുച്ഛമായിട്ടുള്ള ഫീസ് നമ്മൾ ഈടാക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ ആ ഗ്രൂപ്പിലുള്ള നമ്പറിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് നിർബന്ധമായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. ഓക്കെ. വളരെ ചുരുങ്ങിയ ഫീസിൽ നമ്മൾ അത് ഈടാക്കുന്നുള്ളൂ. ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ക്ലാസ് ആയിരിക്കും അത്. 10 ദിവസത്തെ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നടക്കുമോ, ഇതൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെ എത്ര എന്തിനാ പൈസ വെറുതെ വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഫയൽസാണ് അത് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കൂടെ സഞ്ചരിക്കുക. തിങ്കളാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അത് വളരെ ഗൈഡഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. ഓക്കെ. ഞാൻ തന്നെ നേരിട്ട് ക്ലാസ് എടുത്ത് വർക്ക്ഷോപ്പുമായി മാതിരി നമ്മൾ ഇതുപോലത്തെ അസൈൻമെൻറ്റ്സും ഒക്കെ ഉള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ലൊരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിൽ പങ്കെടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ, പിന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്കുകളൊക്കെ മാറ്റി ഇതിൽ പങ്കെടുത്ത് എനിക്ക് മാറ്റം വരുത്തണം എന്ന് 100% തീരുമാനിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുക്കാം. ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ 2-3 ആക്ടിവിറ്റി ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കൂടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ഫീസിൽ നിങ്ങൾ ഈ 10 ദിവസത്തെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്നതിന് അത് സാമ്പത്തികമായിട്ടുള്ള മാറ്റം, അതുപോലെ നമ്മളെ ബന്ധങ്ങളിലുള്ള മാറ്റം,
നമ്മുടെ കരിയറിലെ പുരോഗതി, പ്രൊഫഷണലിലെ പുരോഗതി, ഇതിനൊക്കെ സഹായിക്കുന്ന 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു തരത്തിലുള്ള ബ്ലോക്കുമില്ലാതെ അതിൽ ജോയിൻ ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച രാത്രി 8:30 മുതലാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 8:30 മുതൽ 9:30, 9:45 വരെ ഉണ്ടായിരിക്കും. 10 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ. പിന്നെ അതിൻ്റെ പിറ്റത്തെ ആഴ്ച. അപ്പോൾ ഇതിൽ നമ്മുടെ മനസ്സിലെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഈ ബിലീഫ്സുകൾ, നമ്മളെ തിരിച്ചടിക്കുന്ന ബിലീഫ്സ്, വിശ്വാസങ്ങളൊക്കെ മാറ്റി, അതായത് എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളൊക്കെ മാറ്റി അവിടെ നല്ല വിശ്വാസങ്ങളെ നിറച്ച് നമുക്ക് മോട്ടിവേഷനും ജീവിതത്തിൽ പുരോഗതിയും കൊണ്ടുവരുന്നുള്ള പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മിസ്സാക്കരുത്. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ചോദിക്കാനോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത സെഷനെക്കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെക്കുറിച്ചോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഓക്കേ. ആ യെസ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? യെസ്, നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടല്ലോ. അത് ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള നമ്പറുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാലും മതിയാവും. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. 10 ദിവസത്തെ ലൈവ് ക്ലാസ്, അതുപോലെ നമ്മൾ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ അതിനുണ്ടാക്കും. പിന്നെ ഇതിന് വേണ്ട ചില ടൂൾസൊക്കെ നമ്മൾ ആ പ്രാക്ടീസിലൂടെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകമാനം മാറ്റം വരുത്തുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പണം ചിലവഴിക്കുന്നത്, പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ സമയമോ പണമോ ഒന്നും ചിലവഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയവും ഈ പണവും നിങ്ങൾക്ക് 100% വർത്തിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ സൗജന്യ ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ നടക്കുന്നുണ്ട്. 7 മണിക്ക് മെഡിറ്റേഷനും ഉണ്ട്, സൗജന്യ ക്ലാസ്സും ഉണ്ട്. 10-11 ആളുകൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ പോലെ തന്നെ നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും. അതിപ്പോൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിനൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സുജന മാം വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ സജില മാം, പിന്നെ നമ്മുടെ ബിച്ചു ജോസഫ് വരുന്നുണ്ട്, മഞ്ജു മാം, അതുപോലെ അബ്ദുള്ള സർ, ഇങ്ങനെ കുറേ ആളുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിൽ വരാം. അത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ്. അതുപോലെ ജെയ്സൺ, ഇങ്ങനെ കുറേ ആളുകൾ അതിന് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. രാവിലെ 7 മണിക്ക് കൃത്യമായിട്ടുള്ള മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കൂടെ നിങ്ങൾ വരിക, അങ്ങനെ ആ യാത്ര ചെയ്യുക. വലിയ മാറ്റങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ കോഴ്സിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ്? ഓക്കെ. ഷൈനി മാം പറഞ്ഞിരിക്കുന്നു കോഴ്സിന് ജോയിൻ ഉണ്ട് സർ. ഓക്കെ, താങ്ക് യു മാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലിങ്കോ നമ്പറോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ബിയോണ്ട് ലിമിറ്റ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുരോഗതി, വിജയം, ജീവിതത്തിലെ മാറ്റം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അത് സാധ്യവുമാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യമായിരിക്കും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് പരാതി പറഞ്ഞിരിക്കേണ്ട ആവശ്യം വരില്ല. ജീവിതത്തിൽ വലിയ മാറ്റം നമുക്ക് സാധ്യമാണ്, ഗ്യാരണ്ടീഡാണ്. നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ജീവിതം നമ്മൾ മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവാം, യൂട്യൂബ് വീഡിയോസ് കാണുന്നു, പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെ ഉണ്ടാകും. അതിനപ്പുറം നമുക്ക് ഇതിലൂടെ കൃത്യമായിട്ട് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിച്ചാണല്ലോ, 1-2 പ്രോസസ്സ് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ 10 ദിവസം നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിരിക്കും. ഓക്കെ. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. അത് വലിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഓക്കെ. രേവതി മാം, ഷുവർ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സന്തോഷം. ഞാനതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫീ അടയ്ക്കേണ്ട നമ്പർ അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. തിങ്കളാഴ്ച മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക്
ഇതിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻ്റ് അടച്ച് അത് സീറ്റ് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ സന്തോഷം, ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ സന്തോഷം. എല്ലാവർക്കും സക്സസ് നേരുന്നു. താങ്ക് യു.